നമസ്കാരം. അപ്പം മെസ്സി വരാൻ ഇനി ദിവസങ്ങൾ മാത്രം. സ്റ്റേഡിയത്തിൻ്റെ പണി ഒന്നും കൂടെ കാണാൻ വേണ്ടി വന്നതാണ്. പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൻ്റെ പണി ഏറെക്കുറെ തീർന്നിരിക്കുന്നു. പുതിയ പുല്ലൊക്കെ വെച്ച് ഗംഭീരമാക്കിയിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും പണികൾ നടക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് പ്രശ്നമാണ്. മെസ്സി വരുമെന്ന് അവരുടെ ഒരു ഉറപ്പാണ്. ആ ഉറപ്പിന്മേൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ രീതിക്ക് ആയിരക്കണക്കിന് തൊഴിലാളികളെ വെച്ചിവിടെ പണി നടക്കുകയാണ്. നമുക്ക് എല്ലാ സ്ഥലത്തെയും പണികളൊന്ന് കാണാം. 45,000 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് പറഞ്ഞത്. ആ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ പണി ഏറെക്കുറെ തീർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എനിക്ക് പിന്നിൽ പണി നടക്കുന്നത് അത് കളിക്കാർക്കുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ വേണം ഡ്രസ്സിംഗ് റൂമാകാൻ. അതിൻ്റെ പണി വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. അതാണ് എൻ്റെ പിന്നിൽ കാണുന്ന ആളുകളിലൊക്കെ പണി. അതിൻ്റെ പാസേജ് ഉൾപ്പെടെ പണിയുന്നത് നമുക്ക് കാണാം. എന്തായാലും വലിയ രീതിക്കുള്ള ഒരു സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സ്റ്റേഡിയത്തിനുള്ളൊക്കെ കണ്ടത് എൻ്റെ പുറംഭാഗം പെയിൻ്റൊക്കെ അടിച്ച് ഗംഭീരമാക്കുകയാണ്. നേരത്തെ ഉള്ള കളറൊന്നും അല്ല, ഇപ്പോൾ കളറൊക്കെ മാറ്റി, കണ്ടില്ല, കളറൊക്കെ മാറ്റി ഗംഭീരമാക്കി പണി നടക്കുന്നു. അപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്താണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന പാർക്കിങ്ങിനുള്ള പണിയാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പണി നടക്കുന്ന നമുക്ക് കാണാം. വലിയ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഏരിയയിലും പണി നടക്കുന്നു. എത്രയോ JCBകളും ഉപയോഗിച്ച് മാൻബലത്തോടു കൂടിയുള്ള വലിയ ഏരിയ. ഇതൊക്കെ നമ്മൾ ഇത്രയും ഒരു സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന പോലും നമുക്കറിയില്ലായിരുന്നു. പ്രധാന എൻട്രൻസിനുള്ള ഫൗണ്ടൻ്റെ നിർമ്മാണത്തിൻ്റെ ഉള്ള തയ്യാറെടുപ്പാണ് കണ്ടോ. അതിനുള്ള തയ്യാറെടുപ്പാണ്. ഈ മരമൊന്നും ഒരു കേടും വരുത്താതെ, അതാണ് ഏറ്റവും പ്രത്യേകത. ഈ മരത്തിനൊന്നും ഒരു കേടും വരുത്താതെയുള്ള നിർമ്മാണത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഫൗണ്ടൻ വന്നു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ. ഈ പണികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഒന്നും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കാം. ഇനിയുമുണ്ട് പണികൾ. ഇതിലെയും യാത്ര ഉണ്ടാവും. വഴികൾ 2-3 വഴികൾ ഉണ്ടാവുമെന്നാണ് നേരത്തെ പറഞ്ഞത്. അതിനുള്ള ടാറിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. എൻ്റെ സർവേ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ സർവേ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ എങ്ങനെയാണ് പോകുന്നത്, അതിൻ്റെ കറക്റ്റ് അലൈൻമെൻ്റ് ഒക്കെ നടത്തുന്നത് കാണാം. ഇവിടെയൊക്കെ JCB ഉപയോഗിച്ച് മിറ്റിലുകൾ എല്ലാം നിരത്തി പണി നടക്കുകയാണ്. അത്രയും സ്പീഡായിട്ട് പണികൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ വെച്ച് പണി നടക്കുകയാണ്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പം മെസ്സിയുടെ ഒരു വരവ് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ സർക്കാരും ഈ സ്പോൺസറൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എത്രമാത്രം ആരാധകരാണ് ഈ മെസ്സിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പം ഇവരുടെ പണികളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ ആൻഡോ അഗസ്റ്റൻ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ നിയമങ്ങളുണ്ട്, രീതികളുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ടീം വരികയുള്ളൂ. അതിനുള്ള തയ്യാറെടുപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ചെയർമാനും വൈസ് ചെയർമാൻ എല്ലാവരും ഉൾപ്പെടെ ഇപ്പോൾ അർജന്റീന ടീമിൻ്റെ അടുത്താണ്. അവിടെയാണ് പ്രസിഡന്റിനെ കണ്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം അവർ വരും. അവിടെ നിന്ന് എല്ലാ പേപ്പറും ശരിയായതിനു ശേഷം അവർ തിരിച്ചു വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇനിയുള്ള ഓരോ ദിവസം ഓരോ മണിക്കൂറും വലിയ വിലപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇത്രമാത്രം
മെസ്സി ആരാധകരുള്ള കേരളത്തിലേക്ക് മെസ്സി വരുമ്പോൾ അത് ആഘോഷമാക്കേണ്ട മാധ്യമങ്ങൾ അത് ആഘോഷമാക്കാതെ ചില ബ്ലോഗേഴ്സൊക്കെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണാം. അവരൊക്കെ എന്ത് നെഗറ്റീവാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മെസ്സി വരുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെയാണ് നമുക്കുള്ള ഉറപ്പും. നമുക്ക് കാത്തിരുന്ന് കാണാം മെസ്സിയുടെ വരവ് ആഘോഷമാക്കാൻ വേണ്ടി. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.